ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ യൂണിറ്റ് 3 ഓഫ് ചാപ്റ്റർ 1 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, റിസ്ക് ആൻഡ് റിട്ടേൺ. നമുക്കറിയാം, ലൈക്ക് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് ആലോചിക്കണം, എന്താ എനിക്കിതിൽ നിന്ന് എന്താ നേട്ടം, അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് വലിയ റിസ്ക് ഉണ്ടോ. ഇതാണ് നമ്മൾ ദൈനംദിന സംഭവങ്ങളിൽ എന്ത് സംഭവം ചെയ്യുന്നത് നമ്മൾ ആലോചിക്കുക. ഇപ്പോൾ നമ്മളൊരു പുതിയ കോഴ്സ് പഠിക്കാൻ പോവുകയാണ്, നമുക്ക് ഇതുകൊണ്ട് നേട്ടമുണ്ടോ, ഇതെനിക്ക് പാസ്സാവാൻ പറ്റുമോ. അപ്പോൾ അവിടെ റിസ്ക് കൺസിഡർ ചെയ്ത് റിട്ടേൺ കൺസിഡർ ചെയ്ത്. ഇനിയിപ്പോൾ ഞാൻ ഒരു ലൈക്ക് എന്ത് ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ, ഇപ്പോൾ എന്താണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാൽക്കുലേറ്റർ ഞാൻ മേടിക്കുകയാണ്. അവിടെ ഞാൻ ആലോചിക്കും, ഈ കാൽക്കുലേറ്റർ എക്സാമിന് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ലപോലെ ആൻസർ എഴുതാൻ പറ്റുമോ, നത്തിങ് ബട്ട് റിട്ടേൺ ഉണ്ടാവോ. ഇനി കാൽക്കുലേറ്റർ വർക്ക് ചെയ്യാതിരിക്കോ, അവിടെ റിസ്ക് ഉണ്ടാവോ. അപ്പോൾ റിസ്ക് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റിസ്കോ റിട്ടേണോ അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റിൽ വരുന്ന വേർഡുകളാണ് നമ്മൾ ഡെയിലി ദൈനംദിനം നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ മെയിനായിട്ട് റിസ്ക് ആൻഡ് റിട്ടേൺ ചാപ്റ്ററിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെയാണ്. ലൈക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ആരും പേടിച്ചിട്ട് പിന്നോട്ട് പോകാൻ നിൽക്കൊന്നും വേണ്ട. ലൈക്ക് വളരെ സിമ്പിൾ, ലൈക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ അന്താരാഷ്ട്ര കളികളൊന്നുമല്ല, ജസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ച് ബേസിക് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് റിലേറ്റഡ് കുറച്ച് സംഭവങ്ങൾ മാത്രമേ പഠിക്കണുള്ളൂ. നമ്മള് സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുക പറയുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, എന്തോ അത് ഭയങ്കര റിസ്ക് അല്ലേ. ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് തന്നെ അവിടെ റിട്ടേണും ഹൈ ആയിരിക്കും. അവിടെ റിസ്ക് കൂടുന്ന സ്ഥലത്തല്ലേ റിട്ടേൺ കൂടുക, റിസ്ക് കുറയുമ്പോൾ റിട്ടേൺ കുറയും. ഇപ്പോ നമ്മള് ഒരു ബാങ്കിൽ FD ഇടാ പറയുമ്പോൾ ആണോ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴാണോ ആൾക്കാർ റിസ്ക് കൂടുതലാന്ന് പറയാ? ഒബ്വിയസ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് കൂടുതലാന്ന് പറയും. അതുപോലെ തന്നെ ബാങ്കിൽ ഇടാന്ന് പറയുമ്പോഴോ റിസ്ക് കുറവാന്നാ പറയാ. അപ്പൊ ഇവിടെ റിസ്ക് കൂടുതൽ അല്ലെങ്കിൽ റിസ്ക് കുറവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? റിസ്ക് കൂടുതലാ പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ഇൻകം മാത്രം ഉണ്ടാവുള്ളൂ എന്നുള്ള മീനിങ് ആണോ? അല്ല, നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് അത് ഭയങ്കരമായി കൂടാനും സാധ്യതയുണ്ട്, ഭയങ്കരമായി കുറയാനും സാധ്യതയുണ്ട്. അല്ലാതെ നെഗറ്റീവിലോട്ട് മാത്രം എന്നുള്ള ഒരു മീനിങ് ഉണ്ട് റിസ്ക് എന്ന് പറയുമ്പോൾ? ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ FDയിലാവുമ്പോഴോ റിസ്ക് കുറവാന്ന് പറയുന്നത് എന്താ? ഇൻകം ഇനിയിപ്പോ കൂടാണെങ്കിൽ തന്നെ ഭയങ്കര മൈനറായിട്ട് കൂടുള്ളൂ, കുറയാനും തന്നെ ഭയങ്കര മൈനറായിട്ട് കുറയുള്ളൂ. നത്തിങ് ബട്ട് FDയിലൊക്കെ ഇൻട്രസ്റ്റ് ഏകദേശം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അതാണ് റിസ്ക് എന്ന് പറഞ്ഞത്. അപ്പൊ പലരുടെ തെറ്റിദ്ധാരണയാണ് എന്ത്, റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് ഇൻകം വരും അല്ലെങ്കിൽ നെഗറ്റീവ് ആസ്പെക്റ്റിൽ മാത്രമാണ് റിസ്ക് എന്ന് പറയാന്ന്. റിസ്ക് എന്ന് പറഞ്ഞാൽ അൺസർട്ടൈനിറ്റി ആണ്. ലൈക്ക് കൂടുതലായിരിക്കോ കുറവായിരിക്കോ എന്ന് പറയാൻ പറ്റില്ല. അതാണ് റിസ്ക് എന്നുള്ള ആസ്പെക്റ്റിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ നമുക്കറിയാം, നമ്മളൊരു കമ്പനിയുടെ ഡിബഞ്ചർ ആണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് ഇല്ല ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്ര റിസ്ക് ഇല്ല ഡിബഞ്ചറിന്റെ കേസിൽ. കാരണം ഡിബഞ്ചറിൽ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവുന്ന, സ്റ്റോക്ക് മാർക്കറ്റിൽ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവുന്നില്ല. ആ നമ്മൾ ഇപ്പൊ ഒരു കൊറോണ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഫുള്ള് വാല്യൂ കുറയും. കാരണം കൊറോണ വരുമ്പോൾ ആൾക്കാർ ഡെയിലി ഫുഡ് കഴിക്കാനോ നോക്കുള്ളൂ, അല്ലാതെ സ്റ്റോക്ക് മേടിക്കാൻ നോക്കില്ല. അപ്പൊ സ്റ്റോക്ക് മേടിക്കാൻ ആരും ഉണ്ടാവില്ല, ആരും ഉണ്ടാവാതാകുമ്പോൾ വിലകളൊക്കെ കുറയും. അപ്പൊ കുറെ ഷെയർ മേടിച്ചിട്ടുള്ള ആൾക്കാരുടെ കയ്യിലുള്ള ഷെയർ മേടിക്കാൻ ആരില്ല എന്നാകുമ്പോൾ ഡിമാൻഡ് കുറയില്ലേ. ഡിമാൻഡ് കുറയുമ്പോൾ അതിന്റെ പ്രൈസ് കുറയല്ലേ. പ്രൈസ് കുറയുമ്പോൾ ലോസ് അല്ലേ വരിക, അല്ലേ? അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഇതുപോലെ പല ഫാക്ടേഴ്സും വരുന്നുണ്ട്. എന്നാൽ ഡിബഞ്ചറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊറോണ ആണെങ്കിൽ പോലും ഏത് കമ്പനിയാണ് ഡിബഞ്ചർ വെച്ചാൽ അവർ ഇൻട്രസ്റ്റ് തരാൻ ലയബിൾ ആണ്, പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അല്ലേ? ഇപ്പൊ കൊറോണ വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് പറയുമ്പോൾ ഷെയർ മാർക്കറ്റിന്റെ പ്രൈസ് കുറയില്ലേ? ഓക്കെ. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ആസ്പെക്റ്റിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഈ ഡെപ്റ്റ് അല്ലെങ്കിൽ ലൈക്ക് ഡെപ്റ്റിലൊന്നും നമുക്കധികം റിസ്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് ഹൈ ആയതുകൊണ്ട് തന്നെ ഇതിൽ പല കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യും, പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ നമ്മൾ യൂസ് ചെയ്യും. നമുക്ക് അപ്രോപ്രിയേറ്റ് ആണോ ഇൻവെസ്റ്റ് ചെയ്യല് എന്നുള്ള പല ടൂളുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നത്തിങ് ബട്ട് എന്താണ്? ഇക്വിറ്റി മേടിക്കുക, കമ്പനിയുടെ ഇക്വിറ്റി മേടിക്കുക എന്നുള്ള മീനിങ് ആണ്. അവിടെ കമ്പനിയുടെ ഷെയർ വല്ലല്ലേ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവുക. അപ് സ്റ്റോക്ക്, സെറോദ, അങ്ങനെ ഇഷ്ടമാതിരി ബ്രോക്കർമാരില്ലേ, ബ്രോക്കർ ആപ്പുകളില്ലേ, അതിൽ കൂടെ അല്ലേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ലൈക്ക് ഷെയർസ് ഒക്കെ മേടിക്കുക. അപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റ് പറഞ്ഞാൽ മെയിൻ ആയിട്ട് 2 സ്റ്റോക്ക് മാർക്കറ്റാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരണല്ലോ. ഞാൻ പറയാം എപ്പോഴാണ് പഠിക്കേണ്ടത്, അത് തൊട്ടിട്ടാണ് നിങ്ങൾ ലൈക്ക് പഠിച്ചു തുടങ്ങേണ്ടത്. ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക, എന്നാലാണ് ഇനിയുള്ള നമ്മൾ ഓരോ മാർക്കറ്റ് ഇൻഡെക്സ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇപ്പോ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇൻഡെക്സ് എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യും. ഇപ്പൊ ലൈക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, എന്താണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. നമുക്ക് ഇതിൽ എക്സാമ്പിളിന് പറയാനായിട്ട് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. അപ്പൊ ഏതെടുക്കണ്ട്? ലൈക്ക് ഏതെടുക്കണ്ട്?
NSE എടുക്കുക, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എടുക്കുക. അതായിരിക്കും കൂടുതൽ പേര് കേട്ടിട്ടുണ്ടാവുക. BSE ഇതുപോലെ വേറെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, അത് അവിടെ നിന്നോട്ടെ. അത് നമ്മൾ ലൈക്ക് ഒന്നും വേറെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, അത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. അപ്പോ ഇതിലും കുറെ കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിലും കുറെ കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ എന്താണ് ഇപ്പൊ നമ്മളുണ്ടല്ലോ, നമ്മള് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോ നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ലേ നമ്മൾ ചേർത്തുള്ളൂ. അതുപോലെ തന്നെ കമ്പനി ലിസ്റ്റ് ചെയ്യണം തീരുമാനിക്കുമ്പോൾ ഇന്ത്യയിലാകെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേ ഉള്ളൂ. അപ്പൊ ഇതിലേതിലെങ്കിലും ആണ് കമ്പനി ലിസ്റ്റ് ചെയ്യുക. അത് ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പൊ അത് കമ്പനി വാലുവേറ്റ് ചെയ്തായിരിക്കും അത് അപ്രോപ്രിയേറ്റ് എന്നുള്ള ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലൈക്ക് ലിസ്റ്റ് ചെയ്യും. ഇത് രണ്ടും ഗവൺമെന്റ് തന്നെയാണ് ലൈക്ക് മാനേജ് ചെയ്യണത്. ഓക്കെ, ഇതാണ് ലൈക്ക് കുറെ മുന്നേ തുടങ്ങിയിട്ടുള്ളത്. ഇത് അതിന് ശേഷം തുടങ്ങിയിട്ടുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഫസ്റ്റ് തുടങ്ങിയത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തോന്നുന്നുണ്ട്. ലൈക്ക് ഇയർ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതോ വൈസ് വേഴ്സാണോ ഡൗട്ട് ഉണ്ട്. ലൈക്ക് അതെന്തെങ്കിലും ആവട്ടെ, അത് നമുക്കിപ്പോ അതൊന്നും റെലവെന്റ് അല്ല ഒന്നാമത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ പർപ്പസിന് വേണ്ടിയിട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാത്രം എടുക്കാം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എടുക്കണ്ട. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്കുണ്ടല്ലോടാ, ഞാനിപ്പോ ഒബ്വിയസ്ലി ചിലർക്ക് അറിയണോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടുന്ന ആളാന്നുള്ളത്, ലൈക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേഷൻ താല്പര്യമുള്ള ഒരാളാന്നുള്ളത്. അപ്പൊ എന്റെ വീഡിയോയുടെ പെർഫോമൻസ് ഞാൻ എങ്ങനെയാണ് അറിയുക? എന്റെ ഏതൊരു വീഡിയോ ഞാൻ ഇട്ടാലും അതിന് 100% നല്ലത് പറയുന്ന ആൾക്കാരാവില്ല. അതിന് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, അത് സ്വാഭാവികം. പക്ഷെ എന്നാ നെഗറ്റീവ് പറയുന്ന ആൾക്കാര് നെഗറ്റീവ് പറഞ്ഞു വെച്ചാൽ വീഡിയോ മോശമാവോ? ഇല്ല. എന്നാ മെജോറിറ്റി ആൾക്കാർ നല്ലത് പറഞ്ഞാലോ അത് ലൈക്ക് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പൊ ഞാൻ അവിടെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുക? ഞാന് എത്ര വ്യൂസ് ഉണ്ട് നോക്കും, അല്ലെങ്കിൽ എത്ര ലൈക്ക് ഉണ്ട് നോക്കും, എത്ര കമന്റ് ഉണ്ട് നോക്കും. ഇതൊക്കെ ഒരു ഇൻഡിക്കേറ്റർ അല്ലേ? എന്റെ വീഡിയോ ഈസ് പെർഫോമിങ് അപ്വേർഡ്, അല്ലെങ്കിൽ ഗുഡ് ആയിട്ട് പോസിറ്റീവായിട്ട് പെർഫോം ചെയ്യണമെന്നുള്ളത്. അതുപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലത്തെ പെർഫോമൻസ് അപ്വേർഡ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ ഒരു സൂചിക, ഒരു ഇൻഡിക്കേറ്റർ ആണ് എന്ത് പറഞ്ഞാല് നിഫ്റ്റി 50. നിഫ്റ്റി 50 ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ലാട്ടാ, വേറെ ഒന്നുമല്ല. നിഫ്റ്റി 50 എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കമ്പനിയിൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരുപാട് കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിലെ ടോപ്പ് പെർഫോമിങ് 50 കമ്പനീസ്, ഇതൊരു സൈറ്റ് ആണ്. നമുക്ക് NSE ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇഷ്ടമാതിരി കാണാം. ഇപ്പൊ ഒറ്റ മിനിറ്റ് ഞാൻ നോക്കിയോട്ടെ, ഇത് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടോ? വേണ്ട, ലൈക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കണക്ഷൻ ലോസ്റ്റ് എങ്ങനെ? ഓക്കെ, അപ്പൊ ഇതില് ടോപ്പ് നിഫ്റ്റി 50 കമ്പനീസ്, സത്യം പറഞ്ഞാല് ഈ പ്രാക്ടിക്കൽ സ്റ്റോക്ക് മാർക്കറ്റ് ഞാനും അങ്ങനെ വലിയ ഐഡിയ ഇല്ല. ഞാൻ ഈ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമാണ് പഠിച്ചിട്ടുള്ളൂ. ഇതാണ് നിഫ്റ്റി 50 ടോപ്പ് 50 കമ്പനീസ്. ഒറ്റ മിനിറ്റ് ഇടാ, നോക്കിയോട്ടെ ഏതൊക്കെ 50 കമ്പനീസ് വരുന്നത് എന്ന്. ഇതിലാ കാണാ? കമ്മോഡിറ്റിയിലാണോ? പക്ഷെ അയ്യോ അതല്ലല്ലോ. നമുക്ക് ഇങ്ങനെ അടിച്ചു നോക്കാം എന്നാ. നിഫ്റ്റി 50 കമ്പനി ലിസ്റ്റ് വേണ്ട, ഇതിങ്ങനെ ഓൺ ദ സ്പോട്ട് മാറിക്കൊണ്ടിരിക്കും. ഇത് എപ്പോഴും സെയിം ആവുന്നില്ല. ഇന്നുള്ള ടോപ്പ് 50 കമ്പനീസ് അല്ല നാളെ വരെ. അത് ഓട്ടോമാറ്റിക്കലി ഈ സൈറ്റ് തന്നെ എന്താണ് ലൈക്ക് അനലൈസ് ചെയ്യും, ആ കമ്പനിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട്. ലൈക്ക് അതല്ലടാ, കമ്പനികൾ ക്വാർട്ടർലി ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണമെന്നുണ്ട് സെബി അല്ല ഇതൊക്കെ മോണിറ്റർ ചെയ്യണത്. കണ്ട, ഏതാണ്? ജിയോ ആണ്, ഭാരത് എയർടെൽ, ട്രെൻഡ് ലിമിറ്റഡ്, ഇതാണ് ഇപ്പൊ ഹൈ പെർഫോമിംഗ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇപ്പോ ഈ ടോപ്പ് 50 കമ്പനീസ് സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ഈ NSE സൂപ്പർ ആയിട്ടാണോ പെർഫോം ചെയ്യുന്നത്, ഡൗൺ ആയിട്ടാണോ പെർഫോം ചെയ്യുന്നത് മനസ്സിലാക്കുക. ഈ നിഫ്റ്റി 50നെയാണ് നമ്മൾ മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയാ. നത്തിങ് ബട്ട് റിട്ടേൺ ഓൺ മാർക്കറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയും. ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇൻഡെക്സിനെ കുറിച്ചിട്ട് പറയും. അപ്പോ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റിയാൽ മതി. ഓക്കെ, അപ്പൊ
ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ലൈക്ക് ഒരു ബെഞ്ച് മാർക്ക് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ നമ്മളൊരു ഒപ്പന വിചാരിക്കുന്ന ക്ലാസ്സിൽ നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഭാവിയിൽ നല്ലപോലെ പഠിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യാൻ ആരായിട്ട്? ആ നന്നായി പഠിക്കുന്ന കുട്ടീനായിട്ടല്ലേ. അവൻ എങ്ങനെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അവൻ ഏത് ലെവലാണ് നിൽക്കുന്നത്, ആ ലെവലിലാണ് ഞാൻ എത്തുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുമ്പോൾ ആ സ്റ്റോക്കിൽ 10% റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ നിഫ്റ്റി 50യുടെ മേലെ എനിക്ക് ചിലപ്പോൾ ഒരു 15% റിട്ടേൺ കിട്ടുന്നുണ്ടാവാം. അപ്പൊ എനിക്ക് ലൈക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണ ഒരു എന്താണ് സൂചികയാണ് നിഫ്റ്റി 50. എനിക്ക് നിഫ്റ്റി 50 മേടിക്കാൻ പറ്റും. ഇപ്പോ നിഫ്റ്റി 50 മേടിക്കുമ്പോ ഇപ്പൊ എത്ര വില നോക്കിയോ നിഫ്റ്റി 50യുടെ? ഇതിലിപ്പോ നേരത്തെ കണ്ടത് നിഫ്റ്റി 50യുടെ വില ഇപ്പൊ എവിടെയാ കണ്ടില്ലേ നമുക്ക്? 25,000. ഇതാ 25,000 രൂപ സംതിങ് ആണ് കാണുന്നത്. അപ്പൊ 25,000 രൂപ നമ്മൾ മേടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സൈറ്റ് തന്നെ ടോപ്പ് 50 കമ്പനീസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ലൈക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ നിഫ്റ്റി 50 മാർക്കറ്റ് ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ നിഫ്റ്റി 50യിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നാ. ഇപ്പൊ നമ്മള് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, സോറി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നമ്മൾ എക്സാമ്പിൾ ആക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ. ഒറ്റ മിനിറ്റ്, എവിടെ പോയിടാ? ഞാനിപ്പോ ചെറിയൊരു ബേസിക് പോലെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതാണ് മാർക്കറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോ ഇത്ര മനസ്സിലാക്കാം. ഇനി ലൈക്ക് നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. റിട്ടേൺ ആൻഡ് റിസ്ക് ആർ ടു ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇഫ് ഹൈ റിസ്ക് ഈസ് ഇൻവോൾവ്, റിക്വയർഡ് റിട്ടേൺ ഓൺ ദ പ്രൊജക്ട് ഷുഡ് ഓൾസോ ബി ഹൈ. ഇപ്പൊ ഒരു ഷെയർ ഞാൻ മേടിക്കാൻ തീരുമാനിക്കുകയാണ്, ടാറ്റയുടെ ഒരു ഷെയർ ഞാൻ മേടിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പറയാണ് ഈ ടാറ്റയുടെ ഷെയർ ഭയങ്കര കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ റിസ്ക് ഹൈ ആണ്. അപ്പൊ ഒബ്വിയസ്ലി കൂടാനും കുറയാനും സാധ്യത പറയുമ്പോൾ എന്റെ റിട്ടേണും ഹൈ അല്ലേ. ഇപ്പൊ റിസ്ക് കൂടുതലാവുമ്പോൾ ഒന്നെങ്കിൽ എന്റെ റിട്ടേണും ലൈക്ക് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കൂടുമ്പോൾ അയാൾക്ക് റിട്ടേണും കൂടുതൽ ഉണ്ടാവണം എന്നല്ല അയാൾ ആഗ്രഹിക്കുക. അപ്പോ ഹൈ റിസ്കി ഷെയർസ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ അയാൾ ഒബ്വിയസ്ലി മനസ്സിൽ വിചാരിക്കും എന്നാ എനിക്ക് ഇതിന് കിട്ടേണ്ട റിട്ടേണും കൂടുതലായിരിക്കണം. അപ്പോൾ ലൈക്ക് ഇവിടെ ഒബ്ജക്റ്റീവ് ആണ് പറയണത്. റിസ്ക്കും റിട്ടേൺ ആണ് ഒരു ഇൻവെസ്റ്ററിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഉണ്ടാവുക. അയാൾ ഹൈ റിസ്ക് എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അയാൾ എക്സ്പെക്ട് ചെയ്യും ഇതിന് കിട്ടുന്ന റിട്ടേൺ എനിക്ക് ഹൈ ആയിരിക്കണം. അത് കിട്ടാൻ നിർബന്ധമില്ല, ബട്ട് എക്സ്പെക്ട് ചെയ്യും. അപ്പൊ റിട്ടേൺ ഇസ് എ മെയിൻ റിവാർഡ് ഫോർ ഇൻവെസ്റ്റേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് എ പീരിയോഡിക് ക്യാഷ് റെസിപ്റ്റ്. എന്താണ് ഈ റിട്ടേൺ? കുറെ നേരം റിട്ടേൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ന് ഞാൻ 100 രൂപയ്ക്ക് ഒരു ഷെയർ മേടിച്ചു കഴിഞ്ഞാൽ ഈ ഇയർ എൻഡിൽ ഈ ഇയർ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ മേടിച്ചത്. ഈ ഇയർ എൻഡിൽ ആ ഷെയറിന്റെ വാല്യൂ 110 രൂപയായി. ഈ ഇയറിന്റെ ഇടയിൽ തന്നെ ഒരു 5 രൂപ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റിട്ടേൺ എന്താണ്? നത്തിങ് ബട്ട് 110 മൈനസ് 100. നത്തിങ് ബട്ട് ക്യാപിറ്റൽ അപ്രീസിയേഷൻ പ്ലസ് 5 ഡിവൈഡഡ് ബൈ 100. എത്ര പെർസെന്റേജ് വരാ? 10 പ്ലസ് 5 ബൈ 100. 10 പ്ലസ് 5 ബൈ 100 സിമ്പിൾ അല്ലേ? ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ കൂട്ടുന്നുള്ളോ. 10 പ്ലസ് 5 ബൈ 100 15% അല്ലേ? ഇത് കാൽക്കുലേറ്ററിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കൊന്ന് ഇതായിക്കോട്ടെ വെച്ചിട്ട് പറഞ്ഞാണ്. ഇപ്പോൾ 15% റിട്ടേൺ അല്ലേ? റിട്ടേൺ ഈസ് എ മെയിൻ റിവാർഡ് ഫോർ ഇൻവെസ്റ്റേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് പീരിയോഡിക് ക്യാഷ് റെസിപ്റ്റ്, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്. ലൈക്ക് ഡിബഞ്ചർ ആണ് ഞാൻ ഇഷ്യൂ മേടിച്ചെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും, ഇക്വിറ്റി ഷെയർ മേടിച്ചാൽ ഡിവിഡൻഡ് കിട്ടും. പ്രൈസ് ചേഞ്ചസ്, ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസസ്. ഈ 100 രൂപ ആണെങ്കിൽ 90 രൂപയാവാം ഈ റെന്റിൽ. അപ്പൊ എനിക്ക് 10 രൂപ ലോസ് ആണ് വരാം. അപ്പൊ -10 + 5 വരും. ഓക്കെ, റിയലൈസ്ഡ് റിട്ടേൺ ഇസ് ദ റിട്ടേൺ ഏൺഡ് ഇൻ ദ പാസ്റ്റ് വൈൽ എക്സ്പെക്ടഡ് റിട്ടേൺസ് വാട്ട് ഇൻവെസ്റ്റർ ആന്റിസിപ്പേറ്റ് ഫോർ ഫ്യൂച്ചർ. ഞാനുണ്ടല്ലോ ഇതില് ലൈക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പഠിക്കാം. ഓക്കെ, സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും പഠിക്കാം. അതിന് മുന്നേ നമുക്ക് പഠിക്കേണ്ട ഒരു സാധനം ഉണ്ട്. എന്ത്? അതിലോട്ട് ആദ്യം പോവാം. ഓക്കെ, ഇവിടുന്ന് തുടങ്ങാം. ഡിറ്റർമിനേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആക്സെപ്റ്റബിലിറ്റി ഇൻവോൾവ്സ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. അപ്പൊ നമ്മൾ ഭയങ്കര റിസ്ക് ഉള്ളത് എടുക്കരുത്. കാരണം ഭയങ്കര റിസ്ക് ഉള്ളത് എടുക്കുമ്പോൾ റിട്ടേണും ഭയങ്കര കൂടാം ഭയങ്കര കുറയാം, ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ ഒരു ബാലൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം റിസ്ക് റിട്ടേണും തമ്മിൽ. റിട്ടേൺ ഭയങ്കരമായിട്ട് കൂടാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ റിസ്ക്കും കൂടും ഒബ്വിയസ്ലി. അപ്പൊ അതിനനുസരിച്ച് ഒരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. ഇപ്പൊ റിസ്ക് റിട്ടേൺ അനാലിസിസ് ഈസ് യൂസ്ഡ് ഫോർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ പർച്ചേസിംഗ്. ഇതൊക്കെ ജനറൽ പോയിന്റ് ആണ്. റിട്ടേൺ ക്യാൻ ബി മെഷർഡ് ആൻഡ് കമ്പയർഡ് യൂസിംഗ് ടോട്ടൽ റിട്ടേൺ കോൺസെപ്റ്റ്. ടോട്ടൽ റിട്ടേൺ പറഞ്ഞാൽ എന്താ? ക്യാഷ് പേയ്മെന്റ് റിസീവ്ഡ് പ്ലസ് പ്രൈസ് ചേഞ്ച് ഓവർ ദ പീരീഡ്. ഇത് മെയിനായിട്ട് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡിവൈഡ് ബൈ പർച്ചേസ് പ്രൈസ് ഓഫ് അസറ്റ്.
കോമൺ സെൻസ് അല്ലേ? ഡിവിഡന്റ് പ്ലസ് ക്യാപിറ്റൽ ഗെയിൻ ഡിവൈഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ നേരത്തെ എഴുതിയ സാധനം തന്നെ ഒരു ഇക്വേഷൻ ഫോമിൽ എഴുതണമെന്നല്ലോ. ലൈക്ക് നമുക്കിതൊരു കൂടുതലൊക്കെ ഒരു പ്രോബ്ലം ബേസിസിൽ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടിയും ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുക. Expected return on a portfolio is a weighted average of expected return on asset comprising portfolio when a portfolio consists of two securities. അപ്പൊ ഉണ്ടല്ലോടാ, ലൈക്ക് നമ്മളെപ്പോഴും ഒരു സംഭവം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ മേടിക്കുന്ന കുറിച്ചിട്ട് അനാലിസിസ് നടത്തുന്നൊക്കെ പറഞ്ഞു. നമ്മളെപ്പോഴും ഒരു ഷെയർ അല്ല മേടിക്കുക, നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ഓഫ് ഷെയർ ആണ് മേടിക്കുക. അപ്പൊ അതിൽ ചിലപ്പോൾ ടാറ്റയുടെ 2 ഷെയർ ഉണ്ടാവാം, റിലയൻസിന്റെ ഒരു 3 ഷെയർ ഉണ്ടാവാം, വേറെ ഏതെങ്കിലും ഇൻഫോസിസിന്റെ ഒരു 4 ഷെയർ ഉണ്ടാവാം. ഇതെന്തിനാണ് ഇങ്ങനെ പോർട്ട്ഫോളിയോ, ഇതിനാണ് പോർട്ട്ഫോളിയോ പല പല ഷെയർസ് ഒരുമിച്ചിട്ട് നമുക്കുള്ള ആ അസറ്റിന്റെ ഗ്രൂപ്പിനെ പറയുന്നത് പോർട്ട്ഫോളിയോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും ഒരെണ്ണത്തില് റിസ്ക് കൂടി റിട്ടേൺ കുറഞ്ഞാല് അപ്പൊ അത് വിറ്റിട്ട് വേണമെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും മേടിക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്നുണ്ടാവുന്ന റിവാർഡ് കൊണ്ട് ഇതിൽ നിന്നുണ്ടാവുന്ന റിസ്ക് കാരണം നമ്മളെ ലോസ് കവർ ചെയ്യാം. പക്ഷെ ഒരു ഷെയർ ഞാൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് ലോസ് ആയി കഴിഞ്ഞാൽ ഞാനത് ഒറ്റയ്ക്ക് ബെയർ ചെയ്യേണ്ടി വരും, വേറെ ഒന്നും എനിക്ക് സെറ്റ് ഓഫ് ചെയ്യാനില്ല. അപ്പൊ അത് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴും പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അത് അപ്പൊ പോർട്ട്ഫോളിയോയുടെ ആസ്പെക്റ്റിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുക. അപ്പൊ അതൊന്ന് ജസ്റ്റ് പറഞ്ഞാണ്. ലൈക്ക് നമുക്ക് നമ്മളുണ്ടല്ലോ ഒരു ഷെയർ മേടിക്കുമ്പോ എക്സ്പെക്ട് ചെയ്യാണ് ചെയ്യുക എന്ത് പാസ്റ്റ് ട്രെൻഡിന്റെ ബേസിസിൽ. ഇപ്പൊ ഞാന് ടാറ്റയുടെ ഷെയർ മേടിക്കാന്ന് തീരുമാനിക്കുമ്പോൾ, ഒരു ഷെയർ മേടിക്കാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യും ഇന്ന് 100 രൂപ ആണെങ്കിൽ ഇയർ എൻഡിൽ ഒരു 110 ആവും. ഒരു 5 റുപ്പീസ് ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്യാൻ സാധ്യത ഉണ്ട്, കാരണം ഇത്ര കാലം ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പൊ എത്രയാണ് വരിക? എക്സ്പെക്ടഡ് റിട്ടേൺ 15%. എന്നിട്ട് ഇത് ഞാൻ കമ്പയർ ചെയ്യും, ഇപ്പൊ ബാങ്ക് FD എന്തിനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടി തീരുമാനിക്കും. ഇപ്പൊ ഇവിടെ റിട്ടേൺ അനലൈസ് ചെയ്തു, ഇനി റിസ്കിനെ ഞാൻ അനലൈസ് ചെയ്യണ്ടേ, കാരണം റിട്ടേൺ റിസ്ക് ഒരു ബാലൻസ് അല്ല ഞാൻ കീപ്പ് ചെയ്യേണ്ടത്. അതാണ് ഇപ്പൊ റിസ്ക് ഈസ് എ വേരിയബിലിറ്റി ഓഫ് റിട്ടേൺസ് ഫ്രം എൻ ഇൻവെസ്റ്റ്മെന്റ്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിപ്പോ 15% മേലെ പറഞ്ഞല്ലോ, അത് 13% ആവാനുള്ള സാധ്യത, അല്ലെങ്കിൽ 17% ആവാനുള്ള സാധ്യത. ഇതേപോലെ അൺസർട്ടൈനിറ്റി, പോസിറ്റീവിലോട്ടും പോവാം, നെഗറ്റീവിലോട്ടും പോവാം, പോസിറ്റീവിലോട്ടും പോവാം. ഈ ഒരു സാധ്യതയാണ് എന്ത് പറയുന്നത് റിസ്ക് എന്ന് പറഞ്ഞാല്. അല്ലാതെ നെഗറ്റീവ് മാത്രമുള്ള മീനിങ് അല്ല കേട്ടോ. അതാണ് വേരിയബിലിറ്റി ഓഫ് റിട്ടേൺ ഫ്രം എൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി മെഷർഡ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്. അപ്പൊ അതിന് ഈ ഡീവിയേഷൻ ഇല്ലടാ, 15-13 ആവാം, അല്ലെങ്കിൽ 15-17 ആവാം. ഈ ഒരു ഡീവിയേഷനെ നമുക്ക് പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ കൊണ്ട് വെച്ചിട്ട് അനലൈസ് ചെയ്യാന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ലൈക്ക് മെഷർ ചെയ്യാന്നാണ് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാം. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിന്റെ പേര് നത്തിങ് ബട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ് അതിനെ പറയാ. കണ്ട, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡീവിയേഷൻ. അപ്പോൾ ഒരു എക്സ്പെക്ടഡ് റിട്ടേൺ നമ്മൾ ലൈക്ക് ഒരു റിട്ടേൺ നമ്മൾ ഡിറ്റർമിൻ ചെയ്തു, ഇത്രയായിരിക്കും സാധ്യത. എന്നിട്ട് ആ റിട്ടേൺ ചിലപ്പോൾ ഇത്രക്ക് കുറയാം, അല്ലെങ്കിൽ ഇത്രക്ക് കൂടാം. ഈ ഒരു ഡീവിയേഷനെ പറയുന്ന പേരാണ് എന്ത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന്. നമ്മൾ ഇതിന്റെ പ്രോബ്ലം ചെയ്തിട്ടില്ല കേട്ടോ, അപ്പൊ ജസ്റ്റ് കോൺസെപ്റ്റുകൾ പറയണല്ലോ. ലൈക്ക് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രോബ്ലംസുകൾ അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ. ഇതൊന്നും റെലവെന്റ് അല്ല, ഇപ്പൊ ഇത് മാത്രം പഠിച്ചാൽ മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെഷേഴ്സ് ഹൗ ഈച്ച് ഔട്ട്കം ഡീവിയേറ്റ്സ് ഫ്രം ദ എക്സ്പെക്ടഡ് വാല്യൂ. മെഷേഴ്സ് റിസ്ക് ഇൻ ആബ്സല്യൂട്ട് ടേംസ് എന്ന് വെച്ചാൽ നിഷ്പക്ഷമായി ഇൻഡിപെൻഡന്റ്ലി ഒറ്റക്കാണ് ആബ്സല്യൂട്ട്, ലൈക്ക് ഇൻഡിവിജ്വലി ആണ് നോക്കുക, അല്ലാതെ വേറൊരു സ്റ്റോക്കിനായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല റിസ്ക് നോക്കാം. മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇത് റിസ്ക് കുറവാണ്, അങ്ങനെയല്ല. ഇത് ഇൻഡിവിജ്വലി ആണ് നോക്കുക. ഹയർ ഡിസ്പെർഷൻ മീൻസ് ഹയർ റിസ്ക് ആൻഡ് വൈസ് വെർസ. ഇപ്പോ 15 എന്നുള്ള എക്സ്പെക്ടഡ് റിട്ടേൺ 13 ആവാൻ സാധ്യത ഉണ്ട്, 18 ആവാൻ സാധ്യത ഉണ്ട്. ഒബ്വിയസ്ലി ചെറിയ ഡിസ്പെർഷൻ ആണുള്ളത്. എന്നാൽ 15 എക്സ്പെക്ടഡ് റിട്ടേൺ 5% ആവാൻ സാധ്യത ഉണ്ട്, 25% ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ ഹയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ, അല്ലെങ്കിൽ ഹയർ ഡിസ്പെർഷൻ അല്ലേ? അതെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്യൂരിറ്റി പോർട്ട്ഫോളിയോ ഈസ് കൺസിഡർ ടോട്ടൽ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് നത്തിങ് ബട്ട്. ഇതിനെ ടോട്ടൽ റിസ്ക് എന്നാണ് പറയാന്ന്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ അതൊന്നും എക്സാമിന് ഇങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. ഇനി ഇതിന് ഞാൻ അടുത്ത കോൺസെപ്റ്റ് ആണ് വേരിയൻസ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് വേരിയൻസ് എന്ന് പറഞ്ഞാല്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ സ്ക്വയർ മാറ്റി കഴിഞ്ഞാല് റൂട്ട് ഓഫ് വേരിയൻസ് അല്ലേ? അത് വേരിയൻസ് എന്തുകൊണ്ടാണ് വേരിയൻസ് എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആക്കണം എന്നുള്ളത് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ പഠിക്കൂട്ടാ.
ഓക്കെ, നമുക്ക് എന്തായാലും ഒരു പ്രോബ്ലം നോക്കാം. നാലാണ് ലൈക്ക് ഒരു മജ്ജ ആവത്തുള്ളൂ ഇതില്. പ്രോബ്ലം നോക്കിയോട്ടെ. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും എല്ലാം അടങ്ങുന്ന ഒരു കിടുക്കാച്ചി പ്രോബ്ലം. ഓക്കെ, ഇവിടെ എന്തോ ഒരു പ്രോബ്ലം കണ്ടല്ലോ. എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ വേരിയൻസ്, കോവേരിയൻസ് ഉള്ള പ്രോബ്ലം ഉണ്ടോ നോക്കി നോക്കാം. അത് സോറി, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. പക്ഷെ ഇത് ചോദിക്കണില്ലല്ലോ, പക്ഷെ ആൻസറിൽ ഉണ്ടല്ലോടാ. ക്വസ്റ്റ്യനില് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ചോദിക്കണില്ല. ഓ സോറി, അത് വേറൊരു ഹെഡിങ് ആയിട്ട് പറയണതാണല്ലേ. പെർഫോം ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കണം. ഒറ്റ മിനിറ്റ്. നമുക്കുണ്ടല്ലോ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ എടുക്കാം. ലൈക്ക് ഞാൻ ഉദ്ദേശിച്ചൊരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയില്ല, അത് കിട്ടുമ്പോൾ ലൈക്ക് നമുക്കത് വേറെ ചെയ്യാട്ടോ. ഇപ്പൊ ഇവിടെ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറയണത്? എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേണും നത്തിങ് ബട്ട് ആവറേജ് റിട്ടേൺ. അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഓൺ മാർക്കറ്റ് പറഞ്ഞിട്ട് നമ്മൾ മേലെ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞില്ലേ നിഫ്റ്റി പറഞ്ഞിട്ട്, അത് റിട്ടേൺ ഓൺ മാർക്കറ്റ്, ഇത് റിട്ടേൺ ഓൺ സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞെന്താ, നമ്മളൊരു ഷെയർ മേടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഷെയർ മേടിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിപ്പോ അടുത്ത ഇയറിലോ അല്ലെങ്കിൽ ഇനിയുള്ള കൊല്ലത്തിന് മൊത്തം 20% എനിക്ക് റിട്ടേൺ കിട്ടുക, നെഗറ്റീവ് ലോസ് ആയിട്ട്. അങ്ങനെ 20% കിട്ടാനുള്ള സാധ്യത 0.05 പ്രോബബിലിറ്റി ഉള്ളു. അല്ലെങ്കിൽ 10% കിട്ടാൻ സാധ്യത 0.05 ഉള്ളു. -5 കിട്ടാൻ സാധ്യത 0.1% ഉള്ളു, 10% ഉള്ളു. അപ്പോ ഇത് ഇങ്ങനെ പറഞ്ഞ പോലെ എനിക്ക് ലൈക്ക് മൊത്തത്തിൽ ഒരു ആവറേജ് റിട്ടേൺ പറയണ്ടേ. അപ്പൊ അതാണ് സത്യം എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിന്റെ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുമല്ലോ, അതിൽ നിന്ന് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഇല്ലേ, ആ ഒരു സാധ്യത മെഷർ ചെയ്യണതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ റൂട്ട് ആണ് വേരിയൻസ്. ഇതിൽ ക്വസ്റ്റ്യനിൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണാൻ പറഞ്ഞിട്ടില്ല, ബട്ട് അതുകൂടി നമ്മൾ കാണൂട്ടാ. അത് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും. അപ്പോ നമുക്കിപ്പോ ഇവിടെ ഒരു കാര്യം ചെയ്യാം. ഈ ക്വസ്റ്റ്യനില് ഇത് ലൈക്ക് ഒരു എക്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ എക്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ് ഷെയർ മേടിക്കാൻ പോണത്. -20 ആണ് എന്ത് ലൈക്ക് ഓരോ ഷെയർ. നമുക്ക് ആദ്യം ഒന്ന് കോപ്പി ചെയ്തിടാം. ഞാൻ അത് കോപ്പി ചെയ്തിട്ടേട്ടാ. ഓക്കെ, അപ്പൊ ഞാനത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ലൈക്ക് 20% റിട്ടേൺ കിട്ടാൻ 0.05 സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എത്ര റിട്ടേൺ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം? 20 ഇൻറ്റു 0.05 നത്തിങ് ബട്ട് 1% ഇവിടെ എഴുതാം. ഇപ്പൊ നോക്കണേ, ഇങ്ങനെ പല പല റിട്ടേൺ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ആ സാധ്യതകൾ നമ്പർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു കമ്പയറബിൾ ഫിഗർ ആയിട്ട് കിട്ടത്തില്ലല്ലോ. ഇങ്ങനെ പല പല റിട്ടേൺ കിട്ടും. അപ്പൊ നമ്മളൊരു കമ്പയറബിൾ ഫിഗർ ആക്കാൻ വേണ്ടിയിട്ടും ലൈക്ക് നമുക്കൊരു ഒരൊറ്റ ഫിഗർ ആകുമ്പോഴല്ലേ നമുക്ക് ലൈക്ക് ഒരു ഈസ് ഓഫ് യൂസ് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെക്ടഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ എക്സ് ലിമിറ്റഡ്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഇത് -1% ആട്ടാ, അല്ലെങ്കിൽ -1 എഴുതിയാലും മതി. നമുക്കറിയാലോ പെർസെന്റേജ് മേലെ ഹെഡിങ്ങിൽ പെർസെന്റ് ടൈംസ് എഴുതിയാലും മതി. ഇവിടെ ഇപ്പൊ പെർസെന്റ് ടൈംസിലല്ലേ കൊടുത്തിട്ടുള്ളത്? അതെ, പെർസെന്റ് ടൈംസിൽ തന്നെ. ഓക്കെ, ഇനി ടൺ അടുത്തത് ടൺ. അങ്ങനെ എല്ലാതും കംപ്ലീറ്റ്. 10 ഇൻറ്റു 0.05 എത്ര? 0.5. നിങ്ങൾ എൻ്റെ ഒപ്പം കൂടെ ചെയ്യേ. 5 ഇൻറ്റു 0.1 0.5. ഇത് മൈനസ് ആട്ടാ, കാരണം ഇവിടെ മൈനസല്ലേ വരുന്നത്. 5 ഇൻറ്റു 0.1 ഒബ്വിയസ്ലി 0.5 ആവും. 10 ഇൻറ്റു 0.15 എന്ന് പറഞ്ഞാല് ഒബ്വിയസ്ലി 1.5 ആയിരിക്കണം. അതാ അല്ല 1.5. 18 ഇൻറ്റു 0.25 എത്ര? 4.5. 20 ഇൻറ്റു 0.25 എത്ര? 5. 30 ഇൻറ്റു 0.05 എത്ര? 1.5. ഇനി ഇതിന്റെ ടോട്ടൽ നമുക്ക് എടുക്കാം.
1.5 plus 5 plus 4.5 plus 1.5 plus 0.5 minus 0.5 minus 0.5 minus 1 എത്ര 11% ആണ് വന്നത്. അത്ര അല്ലേ 11%. ഇപ്പോ ഇതാണ് എക്സ്പെക്ടഡ് റിട്ടേൺ. ഇപ്പൊ നമുക്ക് ഒരൊറ്റ ഫിഗർ ആക്കി കിട്ടി. ഇവര് പല പല റിട്ടേൺ തന്നിട്ട് അതിന് ഇത്രത്തെ സാധ്യത എന്ന് പറഞ്ഞെങ്കിൽ ആ സാധ്യതകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കിട്ടുന്ന എത്രയാണ്? അപ്പൊ ഇതാണ് എക്സ്പെക്ടഡ് റിട്ടേൺ ഓൺ എക്സ് ലിമിറ്റഡ് 11%. ഇനി 11% വേണമെങ്കിൽ -20 പോകാം, അതിന് ഇത്ര സാധ്യത ഉണ്ട്. 11% -10 പോകാം, അതിന് ഇത്ര സാധ്യത ഉണ്ട്. 11% വേണമെങ്കിൽ അതൊക്കെ ഫ്യൂച്ചർ റിലേറ്റഡ് കാര്യങ്ങളല്ലേ. സ്റ്റോക്ക് മാർക്കറ്റ് ഭാവി എന്തുണ്ടാവും അറിയില്ലല്ലോ. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത 11%. പക്ഷെ 11% ഈ ഇത്ര ഡീവിയേഷൻ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഈ ഡീവിയേഷൻ, ഈ റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സുകളാണ് ഞാൻ പറയാൻ പോണത്. ഇത് ലൈക്ക് എക്സ് ലിമിറ്റഡ് ഇങ്ങനല്ല. അപ്പൊ എക്സ് എന്ന് ഇവിടെ എഴുതാം. ആദ്യം നമ്മൾ ഡി എക്സ് കാണണം. ഡി എക്സ് പറഞ്ഞാൽ വേറെ ഒന്നല്ല, എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയാം. ഇവിടെ എക്സ് പറഞ്ഞാൽ എത്ര? -20. ഇവിടെ എക്സ് ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് നത്തിങ് ബട്ട് എക്സ്പെക്ടഡ് റിട്ടേൺ അല്ലെങ്കിൽ ആവറേജ് റിട്ടേൺ എന്നാണ്. അതേതാണ് 11% അല്ലേ. അപ്പൊ -20 -11 എത്രയാണ് വരാ? -31. -10 -11 എത്രയാണ് വരാ? -21. -5 -16. 5 -11 എത്ര? 6 -6. 10 -11 -1. 18 -11 7. 20 -11 9. 30 -11 19 അല്ലേ? അതെ. ഇനി ഇവിടെ നമ്മൾ ഡി എക്സ് സ്ക്വയർ എടുക്കണം. എന്തിനാ സ്ക്വയർ വെച്ച് കഴിഞ്ഞാല് ഈ മൈനസിനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. ഇപ്പൊ ഇവിടെ 11ൽ നിന്ന് 31% ഡീവിയേഷൻ ഉണ്ട്. ഇപ്പൊ ഇത് ഞാൻ ഇനി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവും നെഗറ്റീവും സെറ്റ് ഓഫ് ആവുകയാണ് ചെയ്യുക. അല്ലാതെ മൊത്തം ഡീവിയേഷൻ എനിക്ക് കിട്ടത്തില്ല. ഇത് സെറ്റ് ഓഫ് ആവും. അപ്പൊ ആ സെറ്റ് ഓഫ് ആവണത് ലൈക്ക് അപ്രോപ്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, ഈ മൈനസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്ക്വയർ ചെയ്യാൻ പോണത് നമ്മൾ ഇനി. അപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്വയറിംഗ് ആണ്. അപ്പോ സ്ക്വയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം ഇത് ഡീവിയേഷൻ. എന്നാൽ ഡീവിയേഷനിൽ മൈനസ് വന്നത് കൊണ്ട് ആ മൈനസ് കൊണ്ട് സെറ്റ് ഓഫ് ആയി പോകാതിരിക്കാൻ വേണ്ടി സ്ക്വയർ ചെയ്യണം. അപ്പൊ ഡീവിയേഷനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വേരിയൻസ് ആണ് കിട്ടുക അല്ലേ. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് സ്ക്വയർ ചെയ്യാം, കാരണം മൈനസിനെ എലിമിനേറ്റ് ചെയ്യണല്ലോ. അപ്പൊ 31 ഇൻറ്റു സ്ക്വയർ എത്ര? 961. 21 ഇൻറ്റു സ്ക്വയർ 441. 16 ഇൻറ്റു സ്ക്വയർ 256. 6 ഇൻറ്റു സ്ക്വയർ അപ്പോൾ അറിയാലോ 36. 1 49 81 19 എത്ര? 361. ഇനി ഇതിന്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാല് സ്ക്വയേർഡ് ഡീവിയേഷനാണ് കിട്ടിയത്. നത്തിങ് ബട്ട് വേരിയൻസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ് എന്ത് പറഞ്ഞാല് ഡീവിയേഷൻ അല്ല വേരിയൻസ് പറഞ്ഞാല്. ഒറ്റ മിനിറ്റ്, ഒരു മിസ്റ്റേക്ക് പറ്റിയുണ്ടോ ഒരു ഡൗട്ട്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരു മിസ്റ്റേക്ക് പറ്റി. 11 31 ആവാൻ സാധ്യതയുണ്ട്. 11 നിന്ന് -20 ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ആ സാധ്യത 0.05 സാധ്യതയല്ലേ ഉള്ളൂ. എന്നാൽ 11 അതുപോലെ തന്നെ -10 ആവാൻ സാധ്യതയുണ്ട്. 0.05 സാധ്യതയല്ലേ ഉള്ളൂ. അപ്പൊ ഇത് ഇൻറ്റു ഈ പ്രോബബിലിറ്റിയും ഞാൻ ഇൻറ്റു ചെയ്യണം. അപ്പൊ dx² ഇൻറ്റു പ്രോബബിലിറ്റി. അത് ഞാൻ വിട്ടുപോയതാട്ടാ. 961 ഇൻറ്റു 0.05. എന്നാലല്ലടാ കൃത്യം ഡീവിയേഷൻ കിട്ടുള്ളൂ. ഇത് 11% -20 ആവാൻ ആകെ ഇത്ര പ്രോബബിലിറ്റി ഉള്ളൂ. അപ്പോ ലൈക്ക് ഇവിടെ ഡീവിയേഷൻ ഇത്ര ഉണ്ടെങ്കിൽ ആ ഡീവിയേഷന്റെ ഇത്ര മാത്രമല്ലേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, മനസ്സിലായി വിചാരിക്കണു കേട്ടാ. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതിയെ, ഞാൻ റിപ്ലൈ തരാം. 441 ഇൻറ്റു 0.05. അടുത്തത് ലൈക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. 22.05 256 ഇൻറ്റു 0.1
25.6, 36 into 0.1, 3.6. 1 into 0.15, obviously 0.15, 49 into 0.25, 12.25, 81 into 0.25, 361 into 0.0, 18.05. ഈ ടോട്ടൽ എടുത്ത് നോക്കി. ഇനി കിട്ടുന്ന ടോട്ടലാണ് നത്തിങ് ബട്ട് വേരിയൻസ്. ഞാൻ പ്രോബബിലിറ്റി എല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള കറക്റ്റ് വേരിയൻസ്. എത്ര ക്ലിയർ 150 വന്നു. ഇത് വേരിയൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് വേരിയൻസ് അല്ലേ? എത്ര? 12.25. ഇനി കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അതിൽ ശരിക്കും പറയണില്ല. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഇക്വേഷൻ എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ്പെക്ടഡ് റിട്ടേൺ. അത് ഇതിന്റെ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് റിസ്ക് ആണ്. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലിയാണ് നോക്കുന്നത്, വേറെ ഒന്നിട്ട് കമ്പയർ ചെയ്തിട്ടല്ല. ഇനി ഇവിടെ ഇപ്പൊ എക്സ് ലിമിറ്റഡ് ഷെയറിന്റെ ഇപ്പൊ നോക്കട്ടെ. എക്സ് ലിമിറ്റഡ് ഷെയറിന്റെ ലൈക്ക് അതിന് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് തന്നെ വീഡിയോ നിർത്താനായിട്ട് ബാക്കി കോൺസെപ്റ്റ് ബാക്കി വീഡിയോയിൽ പറയാം. എക്സ് ലിമിറ്റഡിന്റെ എന്താണ്? എക്സ് ലിമിറ്റഡിന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ ഇപ്പൊ എത്ര മനസ്സിലായി? 11% മനസ്സിലായി. സ്റ്റാൻഡേർഡ് ഡീവിയേഷന് എത്രയാണ്? 12.25 വിചാരിക്കും. ഇനി വേറെ വൈ ലിമിറ്റഡിന്റെ ഡാറ്റ കൂടി നമുക്ക് തന്നിരിക്കുകയാണ് കമ്പനി. അതിന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ അവർ പറയുന്നത് 15% ആണ്. എന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിലോ ലൈക്ക് ഒരു 30% നമുക്ക് എക്സ്പെക്ട് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ആയി. ഇപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ രണ്ടിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറഞ്ഞാൽ ഇവിടെ റിസ്ക് ഡീവിയേഷൻ അല്ലെങ്കിൽ ലൈക്ക് എക്സ്പെക്ടഡ് മാറാനുള്ള സാധ്യത. ഇത് 12.25 ഇവിടെയും 12.25 ഇവിടെയും 12.25 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി പറയാം ഇത് വൈ ലിമിറ്റഡ് മേടിച്ചാൽ മതി പറയും. കാരണം എക്സ്പെക്ടഡ് അതിനല്ല ഹൈ. പക്ഷെ ഇവിടെ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഇവിടെ നമ്മൾ റിലേറ്റീവ് റിസ്ക് നോക്കണം. അപ്പൊ റിലേറ്റീവ് റിസ്ക് എങ്ങനെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യും. ആ ഇക്വേഷന് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ് ചെയ്യും. അവിടെ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിന് പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത് മാത്രം തന്നിട്ടുള്ളൂ, ഈ ഡീറ്റെയിൽസ് മാത്രം തന്നിട്ടുള്ളൂ. ഇതിപ്പോ ഞാൻ ഈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ലൈക്ക് എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്നുള്ളത്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ എക്സ്പെക്ടഡ് റിട്ടേൺ ആണ് അല്ലേ? നോക്കിയോട്ടെ. അതെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ എക്സ്പെക്ടഡ് വാല്യൂ എക്സ്പെക്ടഡ് റിട്ടേൺ. ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് ഓരോ റിട്ടേണിനും ഓരോ രൂപക്ക് റിട്ടേൺ ലൈക്ക് ഓരോ പെർസെന്റേജ് റിട്ടേണിനും എത്ര റിസ്ക് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ഈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ പറഞ്ഞത്. ഇനി നോക്കട്ടെ, 12.25 റിസ്ക് ആണ് ഉള്ളത് എക്സ് ലിമിറ്റഡിന്. അപ്പൊ ഓരോ പെർസെന്റേജിനും എത്ര നോക്കാം? 12.25 ഡിവൈഡ് ബൈ 11. അപ്പൊ ഓരോ പെർസെന്റേജിനും ഉള്ള റിസ്ക് 1.114 ആണ്. അല്ലേ? എന്നാ വൈ ലിമിറ്റഡിന്റെ കേസിലാണെങ്കിലോ 13/15. ഓരോ പെർസെന്റേജ് ഓഫ് എക്സ്പെക്ടഡ് റിട്ടേണിന്റെ റിസ്ക് എന്ന് പറയുന്നത് 0.8666 ഉള്ളോ അത് വൈ ലിമിറ്റഡിന്റെ കേസിൽ. ഇനി ഇതൊന്ന് വായിക്കട്ടാ. Variance or standard deviation are absolute measure of risk. Standard deviation can sometimes be misleading in comparing the risk. കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് അവിടെ റിലേറ്റീവ് റിസ്ക് നോക്കുമ്പോൾ അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്രോപ്രിയേറ്റ് അല്ല. The standard deviation when compared with expected return is known as coefficient of variation. അത് ഇക്വേഷൻ പറഞ്ഞതാണ്. Coefficient of variation is a measure of risk per unit of expected return അല്ലെങ്കിൽ per percentage of expected return. The larger the CV, the larger the relative risk of investment. അപ്പൊ ഇവിടെ ലാർജർ റിസ്ക് ഇവിടെ എക്സ് ലിമിറ്റഡ് അല്ലേ വന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ റിസ്ക് വൈ ലിമിറ്റഡ് കേസിൽ റിസ്ക് കുറവാണ്. പെർ എക്സ്പെക്ടഡ് യൂണിറ്റ് റിട്ടേൺ പെർ യൂണിറ്റ് ഓഫ് എക്സ്പെക്ടഡ് റിട്ടേൺ. അപ്പൊ ഇവിടെ ഏത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? വൈ ലിമിറ്റഡ്. കാരണം നമുക്ക് റിസ്ക് എപ്പോഴും കുറയണമെന്നല്ലേ, റിട്ടേൺ കൂടണമെന്നല്ലേ. അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനെ നമുക്ക് റിലേറ്റീവ് റിസ്ക് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും. കണ്ട ഇപ്പൊ ഇവിടെ
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രം ലൈക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയി. അപ്പൊ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിലേറ്റീവ് റിസ്ക് മെഷർ ചെയ്യണ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ് ചെയ്യും. അതാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. നത്തിങ് ബട്ട് പെർ യൂണിറ്റ് ഓഫ് ഇൻകം എത്രയാണ് റിട്ടേൺ എന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ 12.25 ഡിവൈഡ് ബൈ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പെർസെന്റേജ് ഓഫ് 11നും എത്ര റിസ്ക് ഉണ്ട് എന്നല്ലടാ മീനിങ് അല്ലേ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ പഠിച്ചു, വേരിയൻസ് എന്താ പഠിച്ചു, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്താന്ന് പഠിച്ചു. നമ്മൾ മാർക്കറ്റ് ഇൻഡെക്സിന്റെ പഠിച്ചത് അത് അപ്ലൈ ചെയ്യാനുള്ള കോൺസെപ്റ്റ് എത്തിയിട്ടില്ല. ഇപ്പൊ തൽക്കാലം ഇത് പഠിക്കാം. നമുക്ക് ബാക്കി മറ്റേ മാർക്കറ്റ് ഇൻഡെക്സിന്റെ മേലെ പറഞ്ഞത് നമുക്ക് വേറെ ലൈക്ക് അതിന്റെ കോൺസെപ്റ്റ് വരുന്ന വീഡിയോ വേറെ ഇടാം. ഓക്കെ, അപ്പൊ ഇത് സെറ്റാന്ന് വിചാരിക്കുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയേഷനും എക്സ്പെക്ടഡ് റിട്ടേണും എന്ത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും. ഓക്കെ, അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. എന്നാലാണ് എനിക്കായാലും നിങ്ങൾക്കായാലും ഇമ്പ്രൂവ് ആവാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.